ടീച്ചിങ് മേഖലയായിരുന്നു നേരത്തെ. 8 വർഷത്തോളം പ്രൈവറ്റ് മേഖലയിൽ ഒരു നിരവധി സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രൈവറ്റ് മേഖലയിലാവുമ്പോൾ നമുക്ക് പല സ്ഥലങ്ങളിലായിട്ട് ക്ലാസ് എടുക്കാൻ പറ്റും എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. അങ്ങനെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പൊ അത് കഴിഞ്ഞു ഒരു 2011-12 സമയത്ത് എനിക്ക് വിദേശത്ത് പോകണമെന്നുള്ള വല്ലാത്ത താല്പര്യം. കാരണം വിദേശത്ത് നല്ല പണം കിട്ടും, നല്ല സുഖമായിട്ട് ജീവിക്കാമെന്നൊക്കെയുള്ള ഒരു ധാരണ ഉണ്ടായിരുന്നു. അങ്ങനെ വിദേശത്ത് പോയിട്ടുണ്ട്. പക്ഷെ വീണ്ടും തിരിച്ച് നാട്ടിലേക്ക് ഒരു 5 വർഷം കഴിഞ്ഞപ്പോ ഒരുപാട് കടങ്ങളായിട്ട് നാട്ടിലേക്ക് തിരിച്ചു വരേണ്ടി വന്നു. വീണ്ടും ഞാൻ പ്രൈവറ്റ് മേഖലയിൽ ഫയൽ കോളേജിൽ ടീച്ചിങ്ങിനായിട്ട് കുറ്റ്യാടിയിലും മറ്റുമൊക്കെ ക്ലാസ് എടുക്കാറുണ്ട്. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് ഈ ഒരു മഹത്തായ ഒരു അവസരം എൻ്റെ കയ്യിലേക്ക് വരുന്നത്. എനിക്ക് അവസരം തരുന്നത് എൻ്റെ വീട്ടിന്റെ തൊട്ടടുത്തുള്ള, അതുപോലെ തന്നെ എൻ്റെ വീട്ടിലൊക്കെ സാധാരണ കൂലിപ്പണി എടുക്കുന്ന ഒരു പ്രൈമറി വിദ്യാഭ്യാസം മാത്രമുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ പേര് ശ്രീധരൻ എന്നാണ്. ഇന്റർനാഷണൽ ടീം കോർഡിനേറ്റർ ആണ്. പക്ഷെ അന്ന് അദ്ദേഹം അതൊന്നുമല്ലായിരുന്നു. അദ്ദേഹം ഒരുപാട് കടങ്ങളും കടപ്പാടുകളും ബാധ്യതകളും ഒക്കെ ആയി ഇങ്ങനെ കൂലിപ്പണി എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നോട് പറയാണ്, ഇങ്ങനെ ആഴ്ചയിൽ 2,10,000 എന്ന ഒരു ബിസിനസ് ഉണ്ട്, നല്ല പ്രൊഡക്റ്റ് ആണ്, നല്ല കമ്പനിയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഒരു വല്ലാത്തൊരു വൈരുദ്ധ്യം തോന്നുന്നുണ്ടാവും. എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട്. കാരണം ഞാനൊരു അധ്യാപകനാണ്. ആ ഒരു അധ്യാപകന്റെ എല്ലാ എന്താ പറയാ ക്വാളിറ്റി എന്ന് പറയുന്നത് ഈഗോ ഉണ്ടാകാം. അതുപോലെ തന്നെ ചില എനിക്കെല്ലാം അറിയാം, എനിക്ക് എന്നെ ആരും പഠിപ്പിച്ചു തരണ്ട എന്നുള്ള ചില ധാരണകളൊക്കെ ഉണ്ടായിരുന്ന സമയത്താണ് ഇദ്ദേഹം എന്നോട് പറയുന്നത്. അദ്ദേഹം വെറും ഒരു സാധാരണ 7ാം ക്ലാസ് വിദ്യാഭ്യാസം എന്നുള്ള ഒരു തലത്തിൽ നിന്നാണ് വരുന്നത്. സ്വാഭാവികമായിട്ടും എനിക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് തുടക്കത്തിൽ എന്നെ ഈ ബിസിനസ്സിൽ നിന്ന് പിന്നോട്ട് വലിച്ചതിന്റെ കാരണം. പക്ഷെ ഞാൻ പിന്നീട് മനസ്സിലാക്കിയത്, ഈ ബിസിനസ്സിൽ വന്ന് കുറെ ട്രെയിനിങ്ങൾക്ക് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഞാനൊക്കെ മുമ്പ് മനസ്സിലാക്കിയിരുന്നത് 12ാം ക്ലാസ് വരെ പഠിച്ച് അല്ലെങ്കിൽ ഡിഗ്രി ഒക്കെ പഠിച്ച് ഒരു ജോലിക്ക് വേണ്ടി ഇങ്ങനെ വീട്ടിൽ നിന്ന് പറയുന്നതിനനുസരിച്ച് നമ്മൾ ജോലിക്ക് വേണ്ടി പഠിക്കുന്ന ആ ഒരു അവസ്ഥയാണ് വിദ്യാഭ്യാസം എന്ന് ഞാനൊക്കെ ധരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നെ ശ്രീധരൻ സാർ എന്ന് പറയുന്ന വ്യക്തി എന്നെ പഠിപ്പിച്ചിരിക്കുന്നത്, ജീവിതത്തിൽ എങ്ങനെ വിജയിക്കണമെന്ന് പഠിക്കുന്ന പാഠശാല അതെവിടെയാണോ കിട്ടുന്നത് അവിടെ നിന്നാണ് വിദ്യാഭ്യാസം കിട്ടുക. സത്യത്തിൽ ഞാൻ അതുവരെ പഠിച്ച ഡിഗ്രി പഠിച്ചു, ഡിപ്ലോമ കഴിഞ്ഞു. അപ്പൊ ആ സമയത്തൊന്നും എനിക്ക് ശരിയായ വിദ്യാഭ്യാസം കിട്ടിയിട്ടില്ല എന്നുള്ളത് പിന്നീടാണ് മനസ്സിലാക്കുന്നത്. കാരണം നമ്മൾ ജോലിക്ക് വേണ്ടിയാണ് ആ സമയത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, എങ്ങനെ ഒരു ജോലി കിട്ടണം എന്നുള്ളതാണ്. പക്ഷെ എങ്ങനെ ജീവിതത്തിൽ വിജയിക്കണമെന്ന് എവിടെയും പഠിപ്പിച്ചിട്ടില്ല. ഞാൻ A+B² പഠിച്ചിട്ടുണ്ട്, അതെന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. അത് ഞാൻ കുറെ ആൾക്ക് പറഞ്ഞു കൊടുത്തിട്ട്, കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തിട്ട് അവർക്ക് പാസ്സായിട്ടുണ്ട്. പക്ഷേ അവിടെ എന്താണ് അതിന്റെ യഥാർത്ഥ ബെനിഫിറ്റ് എന്താണ്, അതുകൊണ്ട് എന്താണ് എനിക്ക് നേട്ടം എന്നുള്ളത് കൃത്യമായിട്ട് എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ല. ഇവിടെയാണ് MI ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്ന ഈ ഒരു യൂണിവേഴ്സിറ്റി എന്താണ് യഥാർത്ഥ വിദ്യാഭ്യാസം എന്ന് നമ്മെ പഠിപ്പിക്കുന്നു എന്നുള്ളത്. അതിനുശേഷം ഞാൻ ഈ ബിസിനസ് ശക്തമായി ഏറ്റെടുത്തു. ഇന്ന് കമ്പനിയുടെ സ്റ്റേറ്റ് ടീം കോർഡിനേറ്റർ എന്ന റാങ്കിൽ ഒരു ID, 2ാമത്തെ ID സോണൽ ടീം കോർഡിനേറ്ററെ കടന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് കമ്പനിയുടെ തായ്ലാന്റ് വിന്നറാണ്. ഇങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ എന്നെ തേടി വന്നു എന്നുള്ളത്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്റെ അപ്ലൈൻ ലീഡർ, എന്റെ സ്പോൺസർ, അദ്ദേഹം എന്താണോ പറഞ്ഞിരിക്കുന്നത്, അദ്ദേഹം പിന്നീട് ഞാൻ മനസ്സിലാക്കി, അദ്ദേഹം എത്ര ക്വാളിഫൈഡ് അല്ലാത്ത വ്യക്തിയാണെങ്കിൽ പോലും ഞാൻ അദ്ദേഹത്തെ അനുസരിക്കണം. അത് മാത്രമല്ല, ഞാൻ ക്ഷമയോടെ ഞാനിത് പഠിക്കണം എന്നുള്ള ഈ 2 പോയിന്റാണ് എന്നെ ബിസിനസ്സിൽ ഈ ഒരു തലത്തിലേക്ക് എത്തുന്നത്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ വ്യക്തികളോടും എനിക്ക് പറയാനുള്ളത്, നമ്മൾ എവിടെയാണോ നിൽക്കുന്നത് അവിടെ അനുസരണയോടുകൂടി നിൽക്കുക.
ക്ഷമയോടുകൂടി ഈ ബിസിനസ് പിടിച്ചു നിൽക്കുക എന്നുള്ളതാണ്. ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വരുന്ന സമയത്ത് എന്നെ ഇങ്ങോട്ടേക്ക് ഇൻവൈറ്റ് ചെയ്ത നഫീസത്ത് മേഡത്തെയും പ്രത്യേകം ഞാൻ അഭിനന്ദനം അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്ന് MC കൈകാര്യം ചെയ്തിരുന്ന മുഹമ്മദ് കുട്ടി സാറ് ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. കാരണം ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് പഠിച്ച് വളർന്നത് എന്നുള്ളത് പലർക്കും അറിയാം. ഞാൻ ഒരു അധ്യാപകനാണെങ്കിൽ പോലും എന്നെ മൈ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ സംസാരിക്കാൻ പഠിപ്പിച്ചിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ടീം സക്സസിന്റെ ഈ ഒരു മോർണിംഗ് മീറ്റ്. അതുകൊണ്ട് എനിക്ക് ഇങ്ങോട്ട് വരുന്നതിൽ വലിയ സന്തോഷമുണ്ട്. അതുകൊണ്ടാണ് നഫീസത്ത് മാഡം പറഞ്ഞ സമയത്ത് ഞാൻ ശനിയാഴ്ച ഞാൻ വരാമെന്ന് പറഞ്ഞിട്ടുള്ളത്. നിങ്ങളൊക്കെ കാണാനും ഒരുപാട് പുതിയ മുഖങ്ങൾ ഉണ്ട് എന്ന് എനിക്കറിയാം. നേരത്തെയുള്ള ഒരുപാട് ലീഡേഴ്സിനെ ഞാൻ ആരെയും പേരെടുത്ത് പറയുന്നില്ല, പേരെടുത്ത് പറഞ്ഞാൽ ആരെയും വിട്ടുപോകും എന്നുള്ളത് കൊണ്ട് എനിക്ക് ഒരുപാട് ലീഡേഴ്സിനെ പിന്നെ ലീഡേഴ്സുമായിട്ട് ഒരുപാട് കടപ്പാടുണ്ട്. അവരോട് ഒരുപാട് ഞാൻ നന്ദിയുള്ളവനാണ്. അതുകൊണ്ടാണ് അവരുടെ ടീമിന് വേണ്ടി സംസാരിക്കാൻ ഞാൻ വരുന്നത്. ഞാൻ പറയുമ്പോൾ ഞാനൊരു ട്രെയിനറായിട്ട് സംസാരിക്കുന്നതല്ല. ഞാൻ പറയുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ ഏതെങ്കിലും ഒരു പോയിന്റിൽ വെച്ച് നിങ്ങൾക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് മാത്രമാണ് നിങ്ങൾക്ക് ഈ ബിസിനസ്സിൽ ജയിക്കാൻ വേണ്ടത്. അത് നിങ്ങൾ ആക്ട് എടുക്കണം. പറ്റാവുന്നവരൊക്കെ എഴുതിയെടുത്ത് ചെയ്യണം. അതൊരു ശീലമാക്കി മാറ്റണം. ഞാൻ പറയുന്നതോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പറയുന്നതോ എവിടുന്നാണ് നിങ്ങൾക്ക് ഒരു മുത്തുമണി കിട്ടുക എന്നുള്ളത് അറിയില്ല. കടലിൽ നിന്ന് മുത്തുമണി കിട്ടുന്നത് പോലെ പവിഴത്തിൽ നിന്ന് നമ്മൾ മുത്തുമണി തെരഞ്ഞെടുക്കുന്നത് പോലെ കൃത്യമായി നമ്മൾ ഇവിടെ നിന്ന് ഓരോന്നും എഴുതിയെടുക്കുക. നമുക്ക് ഏതെങ്കിലും ഒന്ന് നമ്മുടെ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്താൻ പറ്റിയാൽ അത് വളരെ സന്തോഷകരമായിരിക്കും. അപ്പൊ ഏതായാലും ഞാൻ പേരൽ കോളേജ് തുടക്കത്തിൽ പേരൽ കോളേജ് പോകുന്ന സമയത്ത് ഒരു ആ സമയത്താണ് 2007 കാലഘട്ടങ്ങളിൽ ഇതിന്റെ പേരന്റ് കമ്പനിയിൽ എനിക്ക് ജോയിൻ ചെയ്യാൻ അവസരം ഉണ്ടായിട്ടുണ്ട്. അന്ന് ഞാൻ ഈ മാനേജ്മെന്റിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. മാനേജ്മെന്റിന്റെ ആ ലോങ് മിഷൻ ഇതൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. 2007 മുതൽ നമ്മുടെ ഇന്നത്തെ WTC ബൽനിസാർ അതുപോലെയുള്ളവരുടെ ടീമിൽ പ്രവർത്തിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടുണ്ട്. 2011 അതിന്റെ റെസഷൻ വരുന്നത്, ഒരു ബാനിങ് വരുന്നത്. ഗവൺമെന്റ് തലത്തിൽ നിയമ സാധ്യതകൾ ഇല്ലാത്തതിന്റെ പേരിൽ തൽക്കാലം അത് ബാൻ ചെയ്യും. പിന്നീട് 2015 ഓപ്പൺ ചെയ്യുന്ന ആ ചരിത്രം നിങ്ങൾക്കറിയാം. അപ്പൊ അങ്ങനെയാണ് 2011 ഞാൻ എന്റെ ഈ 2007 ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഞാൻ ബാങ്ക് കോളേജിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. 2011 ഞാൻ ബാംഗ്ലൂരിലേക്ക് ഒരു വർഷം ബാംഗ്ലൂർ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു പബ്ലിക്കേഷനിൽ പബ്ലിക്കേഷൻ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സെയിൽസ് പ്രൊമോട്ടറായിട്ട് വർക്ക് ചെയ്തു. അവിടുന്ന് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്ന് എനിക്കൊരു ദിവസം 20 പേരുടെ ലിസ്റ്റ് അല്ലെങ്കിൽ 20 പേരെ നേരിട്ട് കണ്ട് ഓഫീസിൽ ഏൽപ്പിക്കണം. അവർക്ക് പേപ്പർ ശൈലിയാണ് പണി. അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടുന്ന് ഒരുപാട് എക്സ്പീരിയൻസ് എനിക്ക് ലഭിച്ചു. അതിനുശേഷം 2012 ആണ് എനിക്ക് ഗൾഫിലേക്ക് പോകണമെന്ന് താല്പര്യം വരുന്നത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, ഒരുപാട് ആൾക്കാർ ഗൾഫിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് നമുക്ക് തോന്നുന്ന രീതിയിൽ നാട്ടിൽ വന്നാൽ നല്ല സുഖമായി ജീവിക്കുന്ന, നല്ല കാറിൽ യാത്ര ചെയ്യുന്ന ഒരുപാട് ആൾക്കാരെ നമ്മൾ കാണുന്നു. അപ്പൊ അത് ഏറ്റവും നല്ല അവസരം ഗൾഫാണെന്നുള്ള തോന്നലിൽ ഗൾഫിലേക്ക് പോയി. അവിടെ എത്തിയപ്പോഴാണ് അതിന്റെ യഥാർത്ഥ വശം നമുക്ക് മനസ്സിലാകുന്നത്. കാരണം അവിടെ പോയ സമയത്ത് അവിടെ ഞാനൊരു മൊബൈൽ ഷോപ്പിലാണ് എനിക്ക് ജോലി കിട്ടിയത്. അന്ന് വരെ എന്താണ് മൊബൈൽ ഫീൽഡ് എന്നറിയാൻ പറ്റാത്ത, അറിഞ്ഞുകൂടാത്ത ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു മൊബൈൽ ഷോപ്പിൽ ജോലി കിട്ടി. എനിക്ക് ഇവിടുന്ന് പോകുമ്പോൾ ഒരു ധാരണ ഉണ്ടായിരുന്നു, അറബി എനിക്കറിയാം. ഞാൻ അറബി പഠിച്ചിട്ടുണ്ട്. അതായത് 10ാം ക്ലാസ്സിലും അതുപോലെ തന്നെ +2-ലൊക്കെ സെക്കൻഡ് ലാംഗ്വേജ്, 2ാം ഭാഷ അറബിയായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ അറബി എനിക്കറിയാം. മദ്രസയിൽ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അറബി അറിയാം. ഇംഗ്ലീഷ്, ഞാൻ മാഷാണ്, അപ്പൊ എനിക്ക് ഇംഗ്ലീഷ് അറിയാം. അതുപോലെ തന്നെ ഹിന്ദി, അതൊക്കെ ഞാൻ എങ്ങനെയെങ്കിലും തട്ടിമുട്ടി ഇന്ത്യൻ പഠിച്ചിട്ടുണ്ട്, സ്കൂളിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്.
ഈ ഒരു ധാരണയിലാണ് ഞാൻ അവിടെ പോകുന്നത്. അപ്പൊ അവിടെ പോയ സമയത്ത് ഫസ്റ്റ് തന്നെ എനിക്ക് ഒരു ഷോപ്പ്, ഞാൻ ഒറ്റക്കായിരുന്നു ആ ഷോപ്പിൽ ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ അവിടെ വരുന്നത് ഈ ബംഗാളി സഹോദരന്മാരാണ്. അങ്ങനെയുള്ള ഒരു ഗല്ലിയിലാണ് എനിക്ക് ഷോപ്പ് ഇട്ടത്. അപ്പോൾ അവിടെ എത്തിയപ്പോ ഞാൻ ഒരു മുതലാളിയുടെ എല്ലാ ചൂടും ഞാൻ അറിഞ്ഞിട്ടുണ്ട്. കാരണം ഇവിടെ ഉള്ള സമയത്ത് ആ മുതലാളി എന്റെ സുഹൃത്തായിരുന്നു, എന്റെ നാട്ടുകാരനായിരുന്നു, എന്റെ അയൽവാസിയായിരുന്നു. അവിടെ എത്തിയപ്പോ അവിടെ സുഹൃത്തില്ല, മുതലാളി സുഹൃത്തുമല്ല, നാട്ടുകാരനുമല്ല, ഒന്നുമല്ല. കാരണം രാവിലെ മുതൽ വൈകുന്നേരം വരെ, രാത്രി 10-12 മണി വരെ ജോലി ചെയ്തു. എന്ത് കിട്ടി, അവിടെ എത്ര കച്ചവടം നടന്നു എന്നതിനനുസരിച്ച് അതിൻ്റെതായ രീതിയിലുള്ള അവരുടെ ട്യൂണ് മാറുന്നത്, അവരുടെ സംസാരത്തിന്റെ ട്യൂണ് മാറുന്നത് ഞാൻ കണ്ടു. അപ്പൊ അപ്പോഴാണ് ഒരു മുതലാളി തൊഴിലാളി എന്നുള്ള ഒരു അന്തരം ഞാൻ അവിടെ കാണുന്നത്. അതുപോലെ തന്നെ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. കാരണം അവിടെ വരുന്നവരൊക്കെ അറബിയും ഇംഗ്ലീഷും ഹിന്ദിയും ഒക്കെ പറയുന്നത്, മലയാളം പറയുന്ന ആരുമില്ല. ഞാനെന്ത് ചെയ്യും എന്നുള്ള വല്ലാത്ത അവസ്ഥയിൽ, ആവിലാതിയിലാണ്. കാരണം എനിക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ ഒരു വഴിയില്ല. എനിക്ക് എന്റെ പാസ്പോർട്ട് എന്റെ മുതലാളിയുടെ കയ്യിലാണുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ ഒരു രക്ഷയില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? അവിടെയാണ് 3, 4, 5, മാക്സിമം 6 മാസം കൊണ്ട് കൃത്യമായി ഈ പറയുന്ന എല്ലാ ഭാഷകളും അത് പഠിച്ചെടുത്തു എന്നുള്ളതാണ്. അവിടെ ഞാൻ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനൊരു അനുസരണയുള്ളവനായി ഞാൻ അവിടെ ക്ഷമയോടെ നിൽക്കേണ്ടി വന്നു. ഇത് നമ്മൾക്ക് ലൈഫ് സ്റ്റൈലിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ എങ്കിൽ നമുക്ക് വിജയിക്കാൻ പറ്റും. പലരും പറയാറുണ്ട്, എനിക്ക് സെയിൽസ് കിട്ടുന്നില്ല, എനിക്ക് രാവിലെ പോകാൻ പറ്റുന്നില്ല. ഇങ്ങനെ പല കാരണങ്ങൾ പറഞ്ഞ് നമ്മൾ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു പ്രവാസിയുടെ അനുഭവം നിങ്ങൾ ഒന്ന് പരിശോധിച്ചു, അവരോട് ചോദിച്ചു നോക്കൂ, എന്താണ് പ്രവാസ ലോകത്തുള്ള അവസ്ഥ. അവരിങ്ങനെ വലിയ കാറിലൊക്കെ സഞ്ചരിക്കുന്നു, വലിയ വീടുകൾ എടുക്കുന്ന സമയത്ത് ധാരാളം പണമുണ്ടെന്ന് നമുക്ക് ധരിക്കുന്ന രീതിയിൽ നല്ല ഡ്രസ് ഇട്ടുകൊണ്ട് നല്ല സ്പ്രേ ഒക്കെ അടിച്ചു വരുന്ന സമയത്ത് നമുക്ക് തോന്നും അവർക്ക് അവിടെ അങ്ങനെ അങ്ങനെ സുഖിച്ച് ജീവിക്കുകയാണെന്ന്. പക്ഷെ ഇത്തരം അനുഭവങ്ങളുള്ള 90% പ്രവാസികളെയും നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ ഞാന് അവിടെ നിന്ന് എന്താ ഷെയ്പ്പായി എന്നുള്ളതാണ്, ഞാനൊരു രൂപാന്തരപ്പെട്ടു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എങ്ങനെ രൂപാന്തരപ്പെട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതൊരു പിന്നെ വേറെ മറ്റൊരു വഴിയില്ലാത്തതുകൊണ്ടാണ്. ശരി, കപ്പൽ കത്തിക്കുക എന്നൊക്കെ പറയുന്ന കഥകൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്. അതുപോലെ ഞാൻ മറ്റൊരു വഴി ഇല്ലാത്തത് കൊണ്ട് അവിടെ നിന്ന് പിന്നെ വരുന്ന അറബികളോട് സംസാരിക്കുന്നത് പലപ്പോഴും എനിക്ക് ആട്ടും തുപ്പും കിട്ടിയിട്ടുണ്ട്. അറബികളുടെ സ്വഭാവം അവിടെ എത്തിയാലാണ് നമുക്ക് മനസ്സിലാകുക. അപ്പൊ അവിടുന്ന് അവർ ചോദിക്കുന്നതിന് നമുക്ക് കൃത്യം മറുപടി പറഞ്ഞിട്ടില്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് തിരിച്ചു പോകും. അതെനിക്ക് പിന്നീടാ മനസ്സിലായത്, എന്നെ അവര് എന്തൊക്കെയോ എനിക്ക് മോശമായിട്ട് പെരുമാറി എന്നുള്ളത് എനിക്ക് പിന്നീടാ മനസ്സിലായി. അപ്പോ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു അവസരത്തിൽ നിന്ന് ഞാൻ കൃത്യമായി ഭാഷകൾ കൈകാര്യം ചെയ്യാൻ പഠിച്ചു. അതിലൊരു പിന്നീട് എനിക്ക് തോന്നി കുറച്ചുകൂടി ഞാൻ ഡെവലപ്പ് ആയിട്ടുണ്ട്, ഭാഷകളൊക്കെ അറിയാം. അതുകൊണ്ട് ഞാൻ ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ എന്റെ മുതലാളിനോട് പറഞ്ഞു, നമ്മൾ പേഴ്സണലായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്, അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് ഒരു അക്കൗണ്ടന്റ് ജോലി റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ജിപാസ് എന്ന് പറയുന്ന കമ്പനിയിൽ ഒരു വർഷം അക്കൗണ്ടന്റ് ആയിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. അവിടെ എനിക്ക് വിസ അടിച്ചു കിട്ടാത്തത് കൊണ്ട് തന്നെ ഒരു വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും എന്റെ മുതലാളി എന്നോട് തിരിച്ച് ആ ഷോപ്പിലേക്ക് തന്നെ വരാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ വീണ്ടും ഷോപ്പിലേക്ക് വന്നപ്പോൾ എനിക്ക് വല്ലാത്തൊരു ഇറിറ്റേഷൻ. കാരണം എന്താ, ഒരാളുടെ കീഴിൽ ജോലി ചെയ്യുക എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഇത്തരം ഫീൽഡിൽ അവിടെ പ്രവാസ ലോകത്ത് ഒരാളുടെ കീഴിൽ ജോലി ചെയ്യുക എന്ന് പറയുന്നത് എനിക്ക് വല്ലാത്തൊരു ഇറിറ്റേഷൻ ആയിരുന്നു, ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ വേറെ പോവുകയാണ്, എനിക്ക് വിസ മാറ്റി തരണം, അല്ലെങ്കിൽ ഞാൻ വിസ മാറ്റി അടിക്കുകയാണ് എന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് ഈ മൊബൈലിന്റെ മറ്റു ഫീൽഡുകളിലേക്ക് ഇറങ്ങി. അതായത് ഒരു വണ്ടി തൽക്കാലം ഒപ്പിച്ചു. അതുപോലെ തന്നെ ഞാനൊരു സുഹൃത്തിനെയും കൂടി ഷെയർ ചെയ്തു കൂട്ടി. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും മൊബൈലിന്റെ ആക്സസറീസ് ഗൾഫിലെ, അതായത് ഒമാനിലാണ് ഉണ്ടായിരുന്നത്, ഒമാനിന്റെ പല ഭാഗങ്ങളിലേക്ക് ഞാൻ സെയിൽ ചെയ്യാൻ പോയി. അവിടെ നിന്നൊക്കെ ഒരുപാട് കടങ്ങളാണ് എനിക്ക് എന്ത് ചെയ്തത്, എന്നെ തേടി വന്നത്. കാരണം എനിക്ക് അവിടെ എക്സ്പീരിയൻസ് ഇല്ല, പരിചയമില്ല. നമ്മൾ ഈ ബിസിനസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ എക്സ്പീരിയൻസ് ഇല്ല എങ്കിൽ നമുക്ക് വലിയ നഷ്ടങ്ങളൊന്നും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. നോ എക്സ്പീരിയൻസ്, നോ ക്വാളിഫിക്കേഷൻ റിക്വയർഡ്, ഇതൊക്കെ നമ്മളോട് പറയുന്നത്. എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് ചെയ്യാൻ പറ്റുന്ന
ലോകത്തിലെ ഒരേ ഒരു ബിസിനസ്സാണ് ഡയറക്ട് സെല്ലിംഗ്. അത് വന്നിട്ട് എക്സ്പീരിയൻസ് അല്ല. ഞാൻ അവിടെ ഒരു വർഷം ഞാൻ ആ ഫീൽഡ് ചെയ്തപ്പോൾ എനിക്ക് ഒരുപാട് നഷ്ടങ്ങൾ വന്നു എന്നുള്ള. അപ്പൊ അതിനുശേഷം സ്വന്തമായ ഒരു ഷോപ്പ്, ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടി സ്വന്തമായ ഒരു ഷോപ്പ് തുടങ്ങി. ആ ഷോപ്പില് സ്വന്തമായ ഷോപ്പ് തുടങ്ങുമ്പോൾ വലിയ പൈസ വേണം. പ്രത്യേകിച്ച് ഒമാനിലാണ്. ഒമാനില് സ്വദേശിവൽക്കരണം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. സ്വദേശിവൽക്കരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഷോപ്പ് തുടങ്ങിയാൽ അവിടെ ഒരു അറബി, അതായത് അവിടുത്തെ സ്വദേശി നിർപ്പിക്കണം, നിർബന്ധമായിട്ട് നിർപ്പിക്കണം. അവർ വന്ന് ജോലി ചെയ്യണം നിർബന്ധമില്ല. അവരുടെ പേരവിടെ കൊടുക്കണം, എന്നിട്ട് കൃത്യമായി അവർക്ക് ശമ്പളം കൊടുക്കണം. അങ്ങനെ കൊടുത്തുകൊണ്ടിരുന്ന ഒരു ഷോപ്പ് നമ്മൾ തുടങ്ങി. അതൊക്കെ തുടങ്ങിയാൽ ലാഭം കിട്ടുമെന്ന് മറ്റുള്ള പല ഷോപ്പുകളും കണ്ടിട്ടാണ് തുടങ്ങിയത്. പക്ഷേ ഒരു 4 മാസം പൂർത്തിയാകുന്ന സമയത്ത് അവിടെ വാടക കൊടുക്കാൻ എനിക്ക് കഴിയാത്തതിന്റെ അടിസ്ഥാനത്തിൽ ആ ഷോപ്പ് ഷട്ടർ ഇട്ട് പൂട്ടി. ധാരാളം ആക്സസറീസ്, മൊബൈൽ ഫോണുകൾ, ലാപ്ടോപ്പുകൾ ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ഷട്ടർ ഇട്ടത് ഒരു പാകിസ്ഥാനിയാണ്, ഈ ബിൽഡിങ്ങിന്റെ ഓണറാണ്. അതുകൊണ്ട് തന്നെ വലിയ ഒരു നഷ്ടം എനിക്ക് സംഭവിച്ചു എന്നുള്ളതാണ് എൻ്റെ ആ ഒരു ജീവിത കാലം എന്നെ പഠിപ്പിക്കുന്നത്. അവിടെ എന്താണ് എൻ്റെ പാട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എക്സ്പീരിയൻസ് ഇല്ല, അതിനുള്ള ഞാനൊരു മൊബൈൽ ടെക്നീഷ്യൻ അല്ല. അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ എനിക്കുണ്ടായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് അറിവില്ലായ്മ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ നഷ്ടങ്ങൾ വന്നു. ഞാൻ വിചാരിച്ച രീതിയിൽ ഇത് കൊണ്ടുപോകണമെങ്കിൽ വലിയ ഒരു എമൗണ്ട് എന്റെ കയ്യിൽ ഉണ്ടാകണം. എവിടെയെങ്കിലും കുറവ് വരുന്ന സമയത്ത് അവിടെ പൈസ ഇടാൻ എന്റെ കയ്യിൽ പൈസ വേണം എന്നുള്ള ഒരു തിരിച്ചറിവ് എനിക്കുണ്ടായി. അങ്ങനെയാണ് ഞാൻ നാട്ടിലേക്ക് തിരിക്കുന്നത്. 2017 നാട്ടിലേക്ക് തിരിച്ചു. കാരണം വീട്ടില് ഞാൻ ഒറ്റക്കായിരുന്നു. എന്റെ ഫാമിലിയിൽ 8 പേരുള്ളതിൽ എല്ലാവരും വേറെ താമസിച്ചു. അപ്പോ ഞാനും എൻ്റെ ഉമ്മയും ഉപ്പയും എൻ്റെ കൂടെയായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഉപ്പയുടെ വാർദ്ധക്യ സഹജമായ അസുഖം എന്നെ തിരിച്ചു പോകാൻ സഹായിക്കാൻ എനിക്ക് പറ്റിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ 2018 ഒക്ടോബറോടുകൂടിയാണ് എൻ്റെ പാപ്പ മരണപ്പെടുന്നത്. അതിനുശേഷം ആ ഒരു സമയത്തുണ്ടാകുന്ന ഒരു നാട്ടിൽ നിൽക്കേണ്ടി വന്നൊരവസ്ഥയിൽ, ഞാൻ നാട്ടിൽ നിൽക്കുന്ന സമയത്തും ഈ പാൽ കോളേജ് മേഖലയിൽ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ നാട്ടിൽ തന്നെ സ്വന്തമായിട്ട് ഒരു ഓൺലൈൻ DTP സെന്റർ ഞാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് ഈ ഓൺലൈൻ DTP സെന്റർ തുടങ്ങിയ സമയത്ത് അവിടെ കൃത്യമായി എനിക്ക് ഇടപെടാൻ പറ്റാത്തത് കൊണ്ടും, അതുപോലെ തന്നെ അവിടുത്തെ കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് കൃത്യമായ അറിവില്ലാത്തത് അതും താൽക്കാലികമായി പൂട്ടിപ്പോയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാല് എൻ്റെ ഒരു വല്ലാത്തൊരു കാലഘട്ടത്തിലൂടെയായിരുന്നു കഴിഞ്ഞു വരുന്നത്. അപ്പോൾ തുടങ്ങുന്നതൊക്കെ അബദ്ധത്തിലേക്ക് ചാടുന്ന സമയം. ഈ സമയത്താണ് എന്നോട് ഈ ഒരു ബിസിനസ് അവസരം പറയുന്നത്. അപ്പൊ ഈ ബിസിനസ് അവസരത്തിന്റെ പറഞ്ഞ വ്യക്തി നേരത്തെ എനിക്ക് പരിചയമുള്ള ആളായിരുന്നു. എന്റെ പേരന്റ് കമ്പനി പ്രവർത്തിക്കുന്ന സമയത്ത് നല്ല പരിചയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ ഫാമിലിയിൽ നിന്നും എൻ്റെ സൊസൈറ്റിയും എന്നെ ഉപദേശിച്ചിരുന്നത് ഇത്തരം ബിസിനസ്സുകൾ ചെയ്യണ്ട എന്നും, അദ്ദേഹത്തോട് ഈ ബിസിനസ് ചെയ്യേണ്ട ആവശ്യമില്ല, നിനക്കൊരു നല്ല ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, അത് നീ നഷ്ടപ്പെടുത്തരുത് എന്ന് പറഞ്ഞുകൊണ്ട് പലരും എന്നെ പിന്നോട്ട് മാറ്റി നിർത്തി. അതുകൊണ്ട് തന്നെ ഞാൻ പലപ്പോഴും ഈ ബിസിനസ്സിൽ നിന്ന് മാറി നിന്നു എന്നുള്ളതാണ്. പക്ഷെ 2018 ഞാനൊരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് മുബീൻ സാർ നടത്തിയുള്ള പ്രോഗ്രാമാണ് ഭ്രമരം എന്ന് പറയുന്ന പ്രോഗ്രാം. അത് കോഴിക്കോട് വെച്ചിട്ട് വലിയ ഹാളില് 10,000-കണക്കിന് ആൾക്കാർ പങ്കെടുക്കുന്ന പ്രോഗ്രാം അന്ന് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അന്ന് എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തത് അവിടെ ഒരു വ്യക്തി, ടീം കോർഡിനേറ്റർ എന്ന റാങ്കിലുള്ള ഒരു വ്യക്തി, അദ്ദേഹം ഒരു ഉസ്താദായിരുന്നു. ഒരു തൊപ്പി ധരിച്ചിട്ട് പാന്റ് ഇൻഷേഡൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ തൊപ്പിയിട്ടുണ്ടായിരുന്നു. എനിക്ക് അതുവരെ ഒരാശങ്ക ഉണ്ടായിരുന്നത് ഇത് നമുക്കൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. കാരണം ഇത് പലരും പറയാറുണ്ട് ഇത് ഹറാമാണ്, അല്ലെങ്കിൽ നമുക്ക് അനുവദനീയമല്ല എന്നൊക്കെ പറയുന്ന സാഹചര്യത്തിൽ ഞാൻ മെല്ലെ എന്നോട് ബിസിനസ് പറയുന്ന ആളോട് ഞാൻ മെല്ലെ മാറി നിൽക്കും. കാരണം ശ്രീധൻ സാറാണെന്ന് പറയുന്നത്, അദ്ദേഹത്തോട് ഇത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അത് ഹറാമാണെന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ഞാൻ ആശങ്കപ്പെട്ടിരുന്നു ഇതെങ്ങനെ ചെയ്യാൻ പറ്റും, നമുക്കിത് അനുവദനീയമാണോ എന്ന്. പക്ഷെ അന്ന് ഞാൻ ആ പ്രോഗ്രാമിൽ ഒരു വ്യക്തിയെ ടീം കോർഡിനേറ്റർ എന്ന റാങ്കിൽ ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ബോധ്യപ്പെട്ടു. ഞാൻ അദ്ദേഹത്തോട് കുറെ കാര്യങ്ങൾ സംസാരിച്ചു. കൃത്യമായി അദ്ദേഹം ഇതിന്റെ നല്ല വശങ്ങളെ കുറിച്ച് പറഞ്ഞു തന്നു. അപ്പോൾ ഞാൻ പിന്നീട് മനസ്സിലാക്കിയത്
ഇങ്ങനെ കാര്യങ്ങളെ എതിർക്കുന്നത് നാട്ടില് ഒരുപാട് മണി ചെയിൻ കമ്പനികൾ വന്ന് ഒരുപാട് ആൾക്കാരുടെ കാശ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിനെ എതിർക്കുന്ന, അല്ലെങ്കിൽ അതാണ് ഇത് എന്ന് മനസ്സിലാക്കിയിട്ടാണ് പലരും ഇത് നമുക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ ആരെന്ത് എതിർത്ത് കഴിഞ്ഞാൽ അവരോട് കൂടുതൽ നമ്മൾ തർക്കിക്കാനോ ഒന്നും പോകാറില്ല. കാരണം ഞാൻ ഇതിന്റെ യഥാർത്ഥ വശം പഠിച്ച് അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ പിടിച്ചു നിൽക്കുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവ് എനിക്കെന്നുണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷം പിന്നെ ആ, നമ്മുടെ ഈ ഈ ഈ മോർണിംഗ് മീറ്റിലൊക്കെ വന്ന് സംസാരിച്ചിട്ടുള്ള ഒരു അബ്ദുൽ ഹക്കീം സഖാഫി എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹം എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ട് കൂടിയാണ്. അദ്ദേഹത്തോട് ഞാൻ ഈ വിഷയത്തിന്റെ എല്ലാ കാര്യങ്ങളും പഠിക്കാൻ ശ്രമിച്ചു. അങ്ങനെ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം നേരത്തെ നമ്മൾ ഒരുപാട് ഉപദേശങ്ങൾ തേടുന്ന ഒരു വ്യക്തി കൂടിയാണ്. അപ്പൊ അദ്ദേഹം ഇതിൽ മോർണിംഗ് മീറ്റിൽ വന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന്റെ എല്ലാ വശങ്ങളെക്കുറിച്ചും, റഫറൽ മാർക്കറ്റിംഗിന്റെ സാധ്യതകളെക്കുറിച്ചും, എന്തുകൊണ്ട് ഇത് നാട്ടുകാർ എതിർക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ സമൂഹം എതിർക്കുന്നു എന്നുള്ളതിന്റെ കൃത്യമായ കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞു തന്നപ്പോഴാണ് എനിക്ക് ഇതിൽ പൂർണ്ണമായിട്ടും ഇത് ശരിയായ ഒരു ജെന്യൂൻ ബിസിനസ് ആണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് അതിലൂടെയാണ്. അതിനുശേഷം ഞാൻ ശക്തമായി പ്രവർത്തിച്ചു. ശക്തമായി പ്രവർത്തിച്ചപ്പോൾ ഞാൻ അവിടെ എന്ത് നോക്കിയില്ല, എന്റെ അപ്ലൈൻ ലീഡറെ ഞാൻ നോക്കിയിട്ടില്ല. കാരണം അദ്ദേഹം ഏത് കാറ്റഗറിയിലാണ് എന്ന് എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. പക്ഷേ അദ്ദേഹം, ഞാനില്ലാതെ അദ്ദേഹം വളരുന്നതായി ഞാൻ കണ്ടു. കാരണം എന്നെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരണം അദ്ദേഹം എന്നോട് പറഞ്ഞപ്പോ, അല്ലെങ്കിൽ എന്റെ ഐഡിയ അദ്ദേഹം നേരത്തെ അടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല. ആ ഐഡിയ ഒരു വർഷം കഴിഞ്ഞപ്പോൾ കാട്ടാവുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം, എന്നോട് പറഞ്ഞതിന് ശേഷം, എൻ്റെ ഒരു സുഹൃത്ത്, ഏറ്റവും അടുത്തൊരു സുഹൃത്തിനെ അദ്ദേഹം ഈ ബിസിനസ്സിൽ കൊണ്ടുവന്നു. ഞാനറിയില്ല, കൊണ്ടുവന്നു. അദ്ദേഹത്തിന് വരുമാനം വാങ്ങിച്ചു കൊടുക്കുന്നു കണ്ടു. വേറൊരു സുഹൃത്തിനെ, അനോപ്പൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം ഇന്ന് NTC ലീഡറാണ്. അപ്പോ അദ്ദേഹത്തെയും കൊണ്ടുവന്നു, അദ്ദേഹത്തിന് വരുമാനം വാങ്ങിച്ചു കൊടുക്കുന്നത് ഞാൻ കാണുന്നു. അപ്പോഴാണ് എൻ്റെ ഉള്ളിലുള്ള ഈഗോ മാറ്റിവെക്കാൻ ഞാൻ തയ്യാറായി. കാരണം ഞാൻ അതുവരെ മനസ്സിലാക്കിയത് എന്താണ്, ഇത് ഇദ്ദേഹത്തിന് ആരോ പറ്റിച്ചതാണ്, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് വിദ്യാഭ്യാസ യോഗ്യതയില്ല, അതുകൊണ്ട് അവരൊക്കെ ചെയ്യുന്നതാണ് എന്നുള്ളത്. പക്ഷെ പിന്നീട് ഒരു ഉദ്യോഗസ്ഥനെ ഈ ബിസിനസ് കൊണ്ടുവന്ന സമയത്ത്, അവർക്ക് വരുമാനം വാങ്ങിച്ചിരുന്ന സമയത്ത് ഞാനിങ്ങനെ മനസ്സിലാക്കി, അപ്പോ ഈ ഉദ്യോഗസ്ഥന്മാർക്ക് ചെയ്യാം, അവർക്കൊക്കെ വരുമാനം ആവശ്യമുണ്ട്. അപ്പൊ അവരൊക്കെ എന്റെ ലിസ്റ്റിൽ വരേണ്ട ആളായിരുന്നു. പക്ഷെ അതൊക്കെ സ്വാഭാവികമായിട്ട് എന്റെ ടീമിൽ തന്നെ വന്നു വിട്ടു എന്നുള്ളത് എന്റെ ഒരു സന്തോഷം. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ബിസിനസ് ശക്തമായി ഏറ്റെടുക്കണമെന്ന് തോന്നുന്നത്. പിന്നീട് അദ്ദേഹത്തിന്റെ വളർച്ച അത് വളരെ എടുത്തു പറയേണ്ടതാണ്. കാരണം നമ്മളിപ്പോ ഏതെങ്കിലും മെഗാ പ്രോഗ്രാമുകൾ പോയിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനി GTS പോയിട്ട് പുതിയൊരാള് അവിടുത്തെ എക്സ്പീരിയൻസ് കേൾക്കുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് തോന്നും അത് എന്താണ്, മുഴുവനും കളവാണ്, അല്ലെങ്കിൽ പറയുന്നതെല്ലാം കള്ളാണെന്ന് പറയാറുണ്ട്. എന്നോട് കഴിഞ്ഞ ദിവസം ഞാൻ കേൾപ്പിച്ച ഒരു വ്യക്തി കണ്ണൂർ പ്രോഗ്രാമിന് പോയപ്പോൾ അവിടുന്ന് തിരിച്ചു വന്ന് ഫോളോ അപ്പിനുള്ള സമയത്ത് അദ്ദേഹം പറഞ്ഞത് മുഴുവനും കളവാണെന്നാണ്. പക്ഷെ എനിക്കത് അംഗീകരിക്കാൻ പറ്റുന്ന, പറയുന്നത് അംഗീകരിക്കാൻ പറ്റുന്നത്. പക്ഷെ ഞാൻ അവരെ ബോധ്യപ്പെടുത്തി കൊടുത്തു. ഇങ്ങനെയാണ് പുതിയൊരു വ്യക്തി പ്രോഗ്രാമുകൾ കേൾക്കുന്ന സമയത്ത് പറയുന്നത് മുഴുവൻ കള്ളാണെന്ന് തോന്നും. പക്ഷെ ഇത് എന്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹമാണ് ഇതിലൂടെ രക്ഷപ്പെടുന്നത് ഞാൻ കാണുന്നത്. ഇതൊരിക്കലും എനിക്ക് കളവാണെന്ന് പറയാൻ പറ്റില്ല. ഒരിക്കലും എനിക്ക് തള്ളിക്കളയാൻ പറ്റാത്തൊരു സീയിങ് ഈസ് ബിലീഫ് എന്ന് പറയുന്ന ഒരു കാര്യം. കാണുന്നത് നമുക്ക് വിശ്വസിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ കൃത്യമായി ഞാൻ അതെന്ത് ചെയ്തു, അദ്ദേഹത്തെ വീക്ഷിച്ചു. അദ്ദേഹം തുടക്കത്തില് കൈലിമുണ്ട്, കള്ളി ഷർട്ടിടുന്ന വ്യക്തിയാണ്. പക്ഷെ പിന്നീട് അദ്ദേഹം പാന്റ്, ഫുൾ സ്ലീവ്, അത് പിന്നീട് ഇൻസൈഡ് ആക്കി, അതിന്റെ ഷൂയിലേക്ക് വന്നു. ഇതെല്ലാം ഒരു സാധാരണ കൂലിപ്പണിക്കാരന്റെ വേഷം മാറുന്നു. അപ്പൊ ഇതിലൂടെ നല്ല ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് കീപ്പ് ചെയ്യുന്നു. തുടക്കത്തിൽ അദ്ദേഹത്തിന് പറയുന്നതൊക്കെ പെട്ടെന്ന് വെറുപ്പ് പിടിക്കുന്ന ഒരാളായിരുന്നു. പക്ഷെ പിന്നീട് ആ വെറുപ്പെല്ലാം ഇങ്ങനെ മാറി വരുന്നു. നമ്മളുള്ള നല്ല മയത്തിൽ സംസാരിക്കുന്നു, സ്വഭാവം മാറി വരുന്നു, ഫാമിലിയിലൊക്കെ നന്നായിട്ട് ഇടപെടുന്നത് കാണുന്നു. ഇതൊക്കെ കാണുന്ന സമയത്ത് ഇവിടെ വരുമാനം മാത്രമല്ല, ഒരുപാട് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റും നമ്മുടെ വൽക്കരണത്തിന്റെ സ്വഭാവം നന്നാക്കാനുള്ള വലിയൊരു പ്ലാറ്റ്ഫോമായിട്ട് എനിക്കെന്ന് തോന്നി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വളർച്ചയിൽ ഞാൻ
കൃത്യമായി ഞാൻ പഠനം നടത്തി. എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് കൃത്യമായി ഞാൻ മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഒരു വർഷം ഒരാഴ്ച പോലും മുടങ്ങാതെ, ആദ്യത്തെ ഒരു വർഷം ഒരാഴ്ച പോലും മുടങ്ങാതെ എല്ലാ പ്രോഗ്രാമുകളും അദ്ദേഹം അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് അദ്ദേഹത്തിന്റെ വരുമാനം അദ്ദേഹം നോക്കിയിട്ടില്ല. വരുമാനം നോക്കാതെ കൃത്യമായി അദ്ദേഹം പ്രോഗ്രാമുകളിൽ കൊടുക്കേണ്ട ഫീസ് കൊടുത്ത് കൃത്യമായി അറ്റൻഡ് ചെയ്തു. അങ്ങനെ അദ്ദേഹം വളർന്നു എന്നുള്ള. അപ്പൊ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, ഒരു പ്രോഗ്രാം നമ്മൾ കേട്ട് പിന്നീട് എല്ലാം അറിഞ്ഞു, എല്ലാം കഴിഞ്ഞു എന്ന് ധരിക്കുന്നതിന് പകരം കൃത്യമായി എല്ലാ ആഴ്ചകളിലും കഴിയുന്ന പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യുക. ആ പ്രോഗ്രാമുകളിൽ നിന്ന് നമുക്ക് ഏതെങ്കിലും ഒരു പ്രോഗ്രാമുകളിൽ നിന്ന് എന്തൊക്കെയോ നമുക്ക് കിട്ടും. ആ സമയത്ത് നമ്മൾ അതിനെ കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഷേപ്പ് മാറി നല്ല നല്ല രൂപകൽപ്പന ചെയ്തു വരുന്ന ഒരവസ്ഥയിലേക്ക് വരും. നമ്മളൊരു ശില്പിയുടെ കഥ എപ്പോഴും കേൾക്കാറുണ്ട്. എന്താണ്? അതായത് ഒരു ശില്പി ഒരു കല്ലിനോട് ചോദിക്കുകയാണ്, ഞാൻ നിന്നെ ശില്പമാക്കട്ടെ. എന്താണ് ശില്പം എന്ന് പറഞ്ഞാൽ? വളരെ മനോഹരമായ ഒരു ആകൃതിയാണ്. അതൊക്കെ ഈ കല്ലിൽ അറിയാം. അതായത് ആ പിന്നെ പലരും അവന് ആ കല്ലിനെ അന്ന് തൊഴുതുന്നത്, അതായത് ഹിന്ദു മതത്തിൽ അങ്ങനെ കല്ലുകളെ തൊഴുന്ന അവസ്ഥ, ആ രീതിയിലേക്ക് തൊഴുന്ന ഒരു കല്ലുകളായി മാറാൻ ഈ കല്ലിന് താല്പര്യമുണ്ട്. ശില്പി ചോദിച്ചു, ഞാൻ നിന്നെ ശില്പമാക്കട്ടെ എന്ന് ചോദിച്ചപ്പോ വളരെ സന്തോഷത്തോട് പറഞ്ഞു, ഓക്കെ ഓക്കെ. അപ്പോ ശില്പി പറഞ്ഞു, ചെറുതായിട്ടൊന്ന് വേദന ഉണ്ടാകും, ചെറിയ ഇങ്ങനെ ചെത്തി ചെത്തി മിനുക്കി എടുക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞപ്പോ കുഴപ്പമില്ല. പക്ഷെ ചെത്താൻ തുടങ്ങിയപ്പോ ആ കല്ല് പറഞ്ഞു, വേദനിക്കുന്നു വേദനിക്കുന്നു. അപ്പൊ ഒരു വേദന സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് എന്നെ എനിക്ക് കൊത്തല്ലേ, എനിക്ക് വേദനിക്കുന്നു എന്ന് പറഞ്ഞു. ആ ശില്പി മറ്റൊരു കല്ലിനെ തേടിപ്പോയി. ആ കല്ലിനോട് പറഞ്ഞു, ഇതേ കാര്യങ്ങൾ പറഞ്ഞു, ഞാൻ നിന്നെ ശില്പമാക്കാം. ശില്പമാകുന്ന സമയത്ത് ഞാൻ കുറച്ച് കാര്യങ്ങൾ ചെത്തി ചെത്തി മിനുക്കിയെടുക്കുന്ന സമയത്ത് ചെറുതായി വേദനിക്കും. ആ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. കാരണം അവരുടെ മനസ്സിൽ എന്താണ്, ശില്പം എന്നുള്ള ഒരു വല്ലാത്തൊരു ആഗ്രഹം. അതിനു വേണ്ടി വേദന സഹിക്കാൻ തയ്യാറെന്ന് പറഞ്ഞു. പക്ഷെ കൊത്തുന്ന സമയത്ത് കല്ലിന് വേദനിച്ചു. വീണ്ടും വീണ്ടും വേദനിച്ച സമയത്ത് കല്ല് പറഞ്ഞു, പറ്റില്ല, എനിക്ക് എന്താണ് വേദനിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ശില്പി എന്ത് ചെയ്തു? അടുത്ത കല്ലിലേക്ക് ഇങ്ങനെ നിരന്തരം കല്ലുകളെ ശ്രമിച്ചു. അവസാനം ഒരു കല്ല് എല്ലാം സഹിച്ചുകൊണ്ട് നിന്നു കൊടുത്തു. അങ്ങനെ മനോഹരമായ ഒരു ശില്പമാക്കി മാറ്റി ആ കല്ലിൽ. ആ കല്ല് അമ്പലത്തിന്റെ സൈഡില് പൂജയ്ക്ക് വെച്ചിട്ടുണ്ട്. പലരും അവിടെ വന്ന് കൈകൂപ്പി നമസ്കരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ ഭംഗിയായ ഒരു പ്രത്യേക സ്ഥലത്ത് പ്രതിഷ്ഠിച്ചു വെച്ചിട്ടുണ്ട്. ഇത് കാണുമ്പോ മറ്റുള്ള കല്ലുകൾക്ക് അസൂയ തോന്നി. അത് വല്ലാത്തൊരവസ്ഥയാണല്ലോ, എനിക്കും അങ്ങനെ ആകാമായിരുന്നില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോ ശില്പി പറഞ്ഞൊരു മറുപടി ഉണ്ട്. നമുക്ക് നമ്മളെ മോൾഡ് ചെയ്യുന്ന സമയത്ത്, നമ്മളെ രൂപകൽപ്പന ചെയ്യുന്ന സമയത്ത് ഒരു പക്ഷേ നമുക്ക് വേദന സംഭവിച്ചേക്കാം. ആ വേദന താൽക്കാലികമാണ്. ആ വേദനയെ നിങ്ങൾ എങ്ങനെയെങ്കിലും പ്രതിരോധിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾക്കും അതുപോലെ ശില്പമാകും. ഇവിടെയാണ് പുതിയ ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ഈ ബിസിനസ്സിൽ ഷെയ്പ്പായി വരുന്ന സമയത്ത്, രൂപകൽപ്പന ചെയ്തു വരുന്ന സമയത്ത് പല പ്രതിസന്ധികളും വരും, പല പ്രയാസങ്ങളും വരും. ഈ പ്രയാസങ്ങളുള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക? അപ്പേ ലീഡറോട് കൃത്യമായി അനുസരണയുള്ളവനാകുക. അവന് കൃത്യമായി നമ്മൾ എന്താണോ പറയുന്നത് അതങ്ങ് കേൾക്കുക, അതനുസരിക്കുക. അങ്ങനെ നമ്മൾ കൃത്യമായി ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദരിക്കുന്ന, ആരാധിക്കുന്ന രീതിയിലേക്ക്, അതായത് നമ്മളെ ടീം മെമ്പേഴ്സ് നമ്മുടെ കൂടെ ഉണ്ടാകും. അവർ നമ്മളെപ്പോഴും പല രീതിയിൽ നമ്മൾ പേര് വിളിച്ചിട്ട് നമ്മളെ എപ്പോഴും ഒരു വലിയ വ്യക്തിയായി കാണുന്നു. അങ്ങനെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മളെ ടീം മെമ്പേഴ്സ് നമ്മളെ ആ രീതിയിൽ കാണണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് നമ്മൾ ഇതിൽ എന്ത് ചെയ്യണോ? വലുതായിട്ടൊന്നുമില്ല, ചെറുതായിട്ട് നമ്മൾ ചെറിയ വേദനകൾ, ചെറിയ പ്രതിസന്ധികളുള്ള സമയത്ത് പിടിച്ചു നിൽക്കുക. പലരും ഈ ബിസിനസ് നിന്ന് വിട്ടുപോകുന്നത് കാണുന്നില്ലേ? ആ ശില്പി പറഞ്ഞതുപോലെ തുടക്കത്തിലുള്ള ആ കല്ലുകളെ പോലെ നമ്മൾ മാറാതെ കൃത്യമായി. വോയിസ് ബ്രേക്കിംഗ് ഉണ്ടോ? എന്തെങ്കിലും ഒരു സെക്കൻഡ്, ഞാൻ വരാം. ഇല്ല, കുഴപ്പമൊന്നുമില്ല. ഇല്ലല്ലേ? ഓക്കെ. അപ്പോ നമുക്ക് ശില്പമാകണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നല്ല ആൾക്കാരാകണമെങ്കിൽ എന്നാ പറയാം. നല്ല ആളായി മാറണമെങ്കിൽ സമൂഹം നമ്മളെ
ബഹുമാനിക്കുന്ന രീതി, ബഹുമാനിക്കണമെന്നില്ല, നമ്മൾ ഒരു പ്രത്യേക അവൻ നല്ല ക്വാളിറ്റി ഉള്ള ആളാണ് എന്ന് പറയണമെങ്കിൽ ചെറുതായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് വേദനകൾ അനുഭവിക്കണം. നമ്മൾ ഈ ബിസിനസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, പലരും ഈ ബിസിനസ് വിട്ടുപോകുന്ന നമ്മൾ കാണാറുണ്ട്. അതിന്റെ കാരണവും പലതാണ്. ഒന്ന്, നമുക്ക് ഈ ബിസിനസ് പ്രത്യേക ഇൻവെസ്റ്റ്മെന്റ് ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ച് എന്തില്ല, നഷ്ടസാധ്യതയില്ല, വിട്ടുപോയാൽ ഒന്നുമില്ല എന്നുള്ളതാണ്. അപ്പൊ ഞാൻ നേരത്തെ അവിടെ സൂചിപ്പിച്ച, നേരത്തെ ഞാൻ ഗൾഫിലുണ്ടായിരുന്ന സമയത്ത് എന്റെ കയ്യിൽ പാസ്പോർട്ട് ഇല്ല, എനിക്ക് പുറത്തു പോകാൻ ഒരു വഴിയുമില്ല. ഞാൻ ഒരു ഷോപ്പിൽ നിന്നിട്ടുണ്ടെങ്കിൽ ആ ഷോപ്പിൽ നിന്ന് ഞാൻ കൃത്യമായി അത് പഠിച്ചെടുക്കാനുള്ള കാരണം മറ്റൊരു വഴി ഇല്ലാത്തതുകൊണ്ട്. ഇവിടെ പാർട്ട് ടൈം ആയിട്ട് ചെയ്യുന്ന പലരും എന്താണ്, എനിക്ക് ഇതല്ലെങ്കിൽ മറ്റൊരു വഴിയുണ്ട് എന്നുള്ളത്. ഫുൾ ടൈം ആയിട്ട് ഏറ്റെടുക്കുന്ന സമയത്ത്, എല്ലാവരും ഏറ്റെടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഫുൾ ടൈം ആയിട്ട് ഏറ്റെടുക്കുന്ന സമയത്ത് നമുക്ക് മറ്റൊരു വഴിയില്ല. നമ്മുടെ എല്ലാ വരുമാന മാർഗവും ഇത് തന്നെയാണ് എന്നുള്ളത് കൊണ്ടാണ് ജീവിതവുമായിട്ട് ഇതിൽ അനുസരണയും ക്ഷമയുമുള്ളവരായിട്ട് കൃത്യമായിട്ട് ഈ ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ ഏതായാലും ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ ഈ ബിസിനസ് വളരെ സജീവമായിട്ട് ഞാൻ എൻ്റെ അപ്ലൈൻ ലീഡർ എന്നെ കൊണ്ടുവന്ന് ശ്രീധരൻ സാറ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നു. അപ്പൊ അദ്ദേഹത്തെ എനിക്കറിയാം, അത്തരത്തിൽ ഒരുപാട് കടങ്ങളും കടപ്പാടുകളും ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അദ്ദേഹം വലിയ എല്ലാ കടങ്ങളൊക്കെ വീട്ടി സ്വന്തമായി, നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്, സ്വന്തമായിട്ട് എന്താണ് പിന്നെ നല്ല രീതിയിൽ ലൈഫ് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന ഒരു വ്യക്തിയായി അദ്ദേഹം മാറിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സ്വഭാവത്തിനുള്ള മാറ്റം ഞാൻ കണ്ടപ്പോൾ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നേരിട്ട് കണ്ട ഒരു വ്യക്തി ആയതുകൊണ്ടാണ് എനിക്കിത് വിശ്വസിക്കേണ്ടി വന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ബിസിനസ് പിടിച്ചു നിൽക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാം ഈ പറയുന്ന ലീഡേഴ്സ് പറയുന്നതൊക്കെ നമുക്ക് നേരിട്ട് അങ്ങ് വിശ്വസിക്കാം, കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റും. പലർക്കും അങ്ങനെ തോന്നും, ഞാൻ അത് പറയുന്നത് അത്ര ശരിയുണ്ടോ, അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും കളവുണ്ടോ, എന്തെങ്കിലും ഒരു അധിക പ്രസംഗമുണ്ടോ എന്നൊക്കെ നമുക്ക് തോന്നിയേക്കാം. പക്ഷെ അങ്ങനെ ഒന്നുമില്ലാത്ത ഒരു ഒരു പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പൊ അതിനുശേഷം വളരെ ശക്തമായി ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ പലപ്പോഴും എനിക്ക് ഇതിന്റെ പേരന്റ് കമ്പനി ഉണ്ടായിരുന്ന സമയത്ത് പോലും എനിക്ക് കിട്ടാതെ പോയിട്ടുള്ള ഒരു കാര്യമായിരുന്നു വിദേശ ട്രിപ്പ് വിന്നാവുക എന്നുള്ളത്. അതായത് കമ്പനി പലപ്പോഴും വിദേശ രാജ്യങ്ങളിലേക്ക് ടൂർ വെക്കാറുണ്ട്. ഈ അടുത്ത് വരാൻ പോകുന്നു ഞാൻ നിങ്ങളോട് പറയാനുള്ളത്, 2-3 ആഴ്ചക്ക് ശേഷം കമ്പനി പുതിയൊരു ടൂർ പ്രഖ്യാപിക്കാൻ പോകുന്നു എന്നുള്ള ഒരു ന്യൂസ് ഞാൻ കേട്ടിട്ടുണ്ട്. അത് പിന്നെ ഉറപ്പില്ല, എന്നാലും കമ്പനിയുടെ WTC ലീഡേഴ്സിന്റെ ഒരു മീറ്റിംഗ് വരുന്നുണ്ട്. അതിൽ എന്തായാലും കമ്പനി 13 വർഷം പൂർത്തിയാക്കുന്ന ഒരു സമയമുണ്ടല്ലോ, 13ാമത്തെ വർഷം, അതില് കൃത്യമായി നല്ലൊരു ഓഫർ അല്ലെങ്കിൽ എന്താ പറയാ ഒരു കോൺടെസ്റ്റ് നമുക്ക് വരുമെന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും കഴിഞ്ഞ 12ാം വാർഷികം ആഘോഷിക്കുന്ന സമയത്താണ് കമ്പനി തായ്ലാന്റ് ട്രിപ്പ് പ്രഖ്യാപിക്കുന്നത്. അപ്പൊ ആ സമയത്ത് എങ്ങനെയെങ്കിലും എനിക്കിത് പോകണമെന്നുള്ള വല്ലാത്ത ആഗ്രഹം, 2007 മുതൽ ആഗ്രഹിക്കുന്നതാണ്, ഈ കമ്പനിയോടൊപ്പം പോകണമെന്ന് ആഗ്രഹിച്ചതാണ്. 19 വർഷം കഴിഞ്ഞു. അപ്പോ ആ സമയത്ത് എനിക്ക് വല്ലാത്ത ആഗ്രഹം, എങ്ങനെയെങ്കിലും ഈ ട്രിപ്പ് എനിക്ക് വിന്നാണ്. അത് ഞാൻ എന്ത് ചെയ്യണം, കൃത്യമായി ഞാൻ പ്ലാൻ ചെയ്തു, കൃത്യമായി അതിനുവേണ്ടി ഓടി നടന്നു. അത് എന്റെ അപ്ലൈൻ ലീഡേഴ്സിന്റെ കൃത്യമായ സപ്പോർട്ട് കിട്ടി. ഒരുപാട് എന്റെ അസോസിയേറ്റ്സ് എന്നെ വല്ലാതെ സഹായിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ 2025 ജൂലൈ 28 മുതൽ ഒരാഴ്ചയോളം എനിക്ക് കമ്പനിയോടൊപ്പം തായ്ലാന്റിൽ പറക്കാൻ കഴിഞ്ഞു എന്നുള്ള വളരെ സന്തോഷകരമായ അവസ്ഥ. അതെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. കാരണം വർഷങ്ങളായിട്ട് ആഗ്രഹിച്ചിട്ടുള്ള ഒരു കാര്യം ഈ ബിസിനസ് ഇവിടെ നേടാൻ കഴിഞ്ഞു എന്നുള്ളത്. അപ്പൊ നമ്മൾ പിടിച്ചു നിന്നാൽ എപ്പോഴെങ്കിലും നമുക്കത് നേടിയെടുക്കാൻ പറ്റുമെന്നുള്ള തിരിച്ചറിവ് പഠിക്കുന്നുണ്ടായിരുന്നു. ഞാനൊരു ഉദാഹരണം ഞാൻ പറയാം. ഞാനിപ്പോ നിൽക്കുന്നത് നാദാപുരം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. എനിക്ക് തിരുവനന്തപുരത്തേക്ക് പോകണം. ഞാനൊരു ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് വടകരയിൽ നിന്നാണ് ട്രെയിന് കിട്ടേണ്ടത്. ഞാൻ നാദാപുരത്ത് നിന്ന് രാവിലെ 8 മണിക്കാണ് ട്രെയിൻ എങ്കിൽ ഞാൻ നാദാപുരത്ത് നിന്ന് ആ ട്രെയിൻ കിട്ടാൻ വേണ്ടി ഞാൻ ഒരു ബസ്സിൽ കയറി. കുറച്ച് നേരത്തെ കയറിയിട്ടുണ്ട്. പക്ഷെ എന്തോ അബദ്ധവശാൽ ബസ് ബ്ലോക്കിൽ നിന്നും ഒരു കാരണവശാൽ ബസ് നീങ്ങുന്നില്ല. മെല്ലെ 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 നീങ്ങാണ്. എന്റെ സമയം ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് എന്ത് ചെയ്യണം? എനിക്ക് വടകര എത്തണം. 8 മണി ഷാർപ്പ് വടകര എത്തണം. അത് പോയി കഴിഞ്ഞാൽ, ഞാൻ റിസർവ് ചെയ്ത ടിക്കറ്റാണ്, ഞാൻ ട്രെയിന് പോയി കഴിഞ്ഞാൽ എനിക്ക് ഇന്ന് തിരുവനന്തപുരത്ത് എത്താൻ പറ്റില്ല.
അപ്പൊ ഞാൻ 7 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നി ഞാൻ ഈ ബസ്സിൽ ഇരിക്കുകയാണെങ്കിൽ എനിക്ക് ആ ട്രെയിന് കിട്ടില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ബസ്സിൽ നിന്ന് ഇറങ്ങി ഓട്ടോറിക്ഷ കൈകാട്ടി. പല ഓട്ടോറിക്ഷകളും കൈകാട്ടിയപ്പോൾ നിർത്തിയില്ല. അപ്പൊ അതിനുശേഷം ഞാൻ ഏതോ ഒരു കാർ അതിൽ വരുന്നു. ഈ കാറിൽ അയാൾ ഒറ്റക്കായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ കൈ കാണിച്ചു, ഞാൻ എല്ലാവർക്കും കൈ കാണിച്ചു. കാരണം എന്താ, എനിക്ക് തിരുവനന്തപുരത്തെത്തണം, എനിക്ക് തിരുവനന്തപുരത്തെത്തണം. ആ ഒരു ലക്ഷ്യം ഉണ്ടായതുകൊണ്ട് ഞാൻ കാണുന്ന എല്ലാ വണ്ടികൾക്കും കൈകാട്ടി. അങ്ങനെ ഒരു കാറുകാരൻ നിർത്തി. ആ കാറുകാരൻ എന്നെ കയറ്റിയപ്പോ എനിക്ക് എന്റെ മനസ്സിൽ തിരുവനന്തപുരത്തെത്തണം എന്നുള്ള, ഇദ്ദേഹത്തിന്റെ പേര് പോലും ചോദിക്കാൻ എന്നോട് മറന്നുപോയി. അങ്ങനെ അദ്ദേഹം എന്തൊക്കെയോ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ എന്ത് ചെയ്തു, അദ്ദേഹത്തോട് പല ഒന്നും മറുപടി പറയുന്നത്, എനിക്ക് തിരുവനന്തപുരത്തെത്തണം, എന്റെ ആഗ്രഹം, എന്റെ കാരണം ഈ സമയത്ത് ഞാൻ അവിടെ എത്തിയിട്ടില്ല എങ്കിൽ എന്റെ ട്രെയിൻ മിസ്സാവും. എന്റെ മനസ്സിൽ മുഴുവൻ എന്താണ്, ആ ട്രെയിനിന്റെ സമയമാണ്. ആ ട്രെയിനിന്റെ സമയം എത്തുന്നതിന് മുമ്പ് എനിക്ക് എത്തണം. ഈ ഒരു ആഗ്രഹം വെച്ചുകൊണ്ട് അതിനിടയ്ക്ക് എന്ത് പ്രതിസന്ധി വന്നാലും അല്ലെങ്കിൽ എവിടെ ബ്ലോക്ക് ആയി കഴിഞ്ഞാലും എന്റെ മനസ്സ് ടെൻഷനായി, വല്ലാതെ ടെൻഷനായി. അങ്ങനെ 7:55 റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നു. വണ്ടി നിർത്തുന്നു, ഞാൻ ഇറങ്ങുന്നു, ഇറങ്ങി ഓടുന്നു. പെട്ടെന്ന് ട്രെയിനിലേക്ക് കയറി. ഇവിടെ എന്താ സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ എന്നെ പിന്നെ എന്നെ കൊണ്ടുപോകുന്ന വ്യക്തി, അദ്ദേഹത്തിന് പല ആവശ്യങ്ങളുണ്ടായിരുന്നു, അല്ലെങ്കിൽ പല സ്ഥലത്തും പോകേണ്ടതുണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത്, നിങ്ങൾക്ക് എന്ത് ഉണ്ടെങ്കിലും ഞാൻ നിങ്ങൾക്ക് അതിന് പ്രതിഫലം തരാം, നിങ്ങൾ എന്നെ ഇത്ര സമയത്ത് റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കണം. അദ്ദേഹത്തിന് പല സ്ഥലത്ത് പോകാനുണ്ടായിട്ട് പോലും അതൊക്കെ മാറ്റിവെപ്പിക്കാൻ എന്റെ മനസ്സിനെ പ്രേരിപ്പിച്ചത് എന്റെ ആ ലക്ഷ്യബോധമാണ്. 7:55 ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയില്ല എങ്കിൽ എനിക്ക് ഇന്ന് തിരുവനന്തപുരത്ത് എത്താൻ പറ്റും. ഇത് ഞാൻ പറയുന്ന സമയത്ത് ആർക്കൊക്കെ എന്തൊക്കെയോ മനസ്സിലായിട്ടുണ്ടാവും, ഞാൻ മനസ്സിലാക്കണം. അതായത് നമ്മൾ ഒരു ലക്ഷ്യം വെച്ചോടുകയാണ്. നമ്മുടെ മുമ്പിൽ എന്തുണ്ട്, എക്സോറ എന്ന് പറയുന്ന വലിയൊരു പ്രോഗ്രാം വരുന്നുണ്ട്. ഈ എക്സോറയിലേക്ക് നാം ഇതുവരെ എന്ത് ചെയ്തു, ഇനി എനിക്ക് എക്സോറയിലേക്ക് എത്താൻ ഇത്ര സമയം ബാക്കിയുണ്ട്, ഈ സമയത്തിനുള്ളിൽ ഞാൻ ആ കാര്യങ്ങൾ ചെയ്തിട്ടില്ല എങ്കിൽ എനിക്ക് സ്റ്റേജിന്റെ മുകളിൽ അംഗീകാരം കിട്ടില്ല, ഞാൻ ഈ ബിസിനസ്സിൽ ഒന്നും ആകില്ല എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടെങ്കിൽ, നമ്മുടെ മുമ്പിൽ വരുന്ന പ്രതിസന്ധികൾ ആരായാലും ഏത് ബ്ലോക്ക് ആയാലും അത് നമ്മൾ മറികടന്ന് അടുത്ത വണ്ടിക്ക് പോയി, അല്ലെങ്കിൽ അടുത്ത രീതി ഒരാളെ സമീപിച്ചു, അദ്ദേഹം വന്നില്ല എങ്കിൽ നമ്മൾ അടുത്ത ആളെ കാണുന്നു, അടുത്ത ആളെ വന്നു, അയാൾ വന്നില്ല. അങ്ങനെ ഒരാൾ വന്നു കഴിഞ്ഞാൽ അയാളിൽ നിന്ന് പരമാവധി സെയിൽസ് എടുത്തു, അയാളുടെ പുതിയ പുതിയ കോണ്ടാക്ട്സ് എടുത്ത് നമുക്ക് എന്ത് ചെയ്യണം, അയാള് ചിലപ്പോ ഈ ബിസിനസ്സിൽ വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ അയാൾക്ക് രക്ഷപ്പെടണമെന്നും ഉണ്ടാവില്ല. പക്ഷെ അയാളിൽ നിന്ന് പുതിയ സെയിൽസ് നമ്മൾ കണ്ടെത്തി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെ കൊണ്ടുവരുന്ന ആ കാറുകാരന്റെ ആ അവസ്ഥ നമ്മൾ മനസ്സിലായി. അയാളോട് തൽക്കാലം നിങ്ങൾ എന്ത് ചെയ്യുക, എനിക്ക് വേണ്ടി സമയം മാറ്റി വെക്കുക, അതുകൊണ്ട് നിങ്ങൾ എന്നെ അവിടെ എത്തിക്കുക. ഇത് നമ്മൾ കൂടെ വരുന്നവരോട് അങ്ങനെ നേരിട്ട് പറയണമെന്നില്ല, എന്നാലും അത് നമുക്ക് ആ രീതിയിൽ നമ്മുടെ മനസ്സ് വെപ്പാളപ്പെട്ട് കഴിഞ്ഞാൽ കൃത്യമായി നമുക്ക് എക്സോറ എന്ന് പറയുന്ന ഈ പ്രോഗ്രാം നമുക്ക് തകർത്ത് ആടാൻ പറ്റും. ഞാൻ എക്സോറ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്, ഭ്രമരം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അന്ന് ഈ ഭ്രമരത്തില് 10,000 ആൾക്കാർ ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് എന്റെ മനസ്സിൽ ഒരുപാട് വേവലാതില്ല. ഞാൻ ബിസിനസ് വന്നിരുന്നെങ്കിൽ ഒരുപാട് ആൾക്കാരെ എനിക്ക് ഇതിൽ കൊണ്ടുവരാമായിരുന്നു, ഒരുപാട് അച്ചീവ്മെന്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമായിരുന്നു, എനിക്കിവിടെ തിളങ്ങാൻ പറ്റും. പക്ഷെ അന്ന് എന്റെ മനസ്സിൽ ഇതെനിക്ക് ചെയ്യാൻ പറ്റുമോ, ഇത് ഹലാലാണോ എന്നൊക്കെയുള്ള ആശങ്കയുണ്ടായിരുന്നു. അങ്ങനെ കുറെ പ്രതിസന്ധികൾ ഉള്ളത് കൊണ്ടാണ് ഞാനത് ചെയ്യാതിരുന്നത്. പക്ഷെ ഈ എക്സോറ എന്ന് പറയുന്ന പ്രോഗ്രാം അതിനേക്കാൾ എത്രയോ 10 മടങ്ങ് വ്യത്യസ്തമാണ് എന്നുള്ളതാണ്. കാരണം എന്താ, ആ സമയത്തുള്ളതിനേക്കാൾ നമ്മുടെ ടെക്നോളജി കൂടുതൽ വളർന്നു എന്നുള്ളതാണ്. നമ്മുടെ അന്ന് ശരിക്കും ഈ സൂം പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നില്ല. കാരണം എന്താ, സൂം പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ സൂം പ്ലാറ്റ്ഫോം ഉപയോഗിക്കാൻ തുടങ്ങിയത് കൊറോണയ്ക്ക് ശേഷമാണ്. അപ്പോൾ അതുപോലെയുള്ള ഒരുപാട് അപ്ഡേഷൻസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ലീഡേഴ്സ് ഒരുപാട് അച്ചീവ്മെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് അന്ന് മുബീൻ സാർ അല്ലെങ്കിൽ അങ്ങനെ കുറെ ആൾ പറയുന്നതിന് പകരം ഇവിടെ നമ്മളെ തൊട്ട് അപ്ലൈൻ അല്ലെങ്കിൽ നമ്മളെ നാട്ടിൽ തന്നെയുള്ള ആൾക്കാർ
ITCയും WTCയും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ അന്ന് TCയും STC വരെയുള്ള റാങ്കിലുള്ള ആളായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട് അന്ന് ഈ ശ്രീധരൻ സാർ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ഒരു STC ആയിട്ടില്ല എന്ന് തോന്നുന്നു, GTC ആണ്. അപ്പൊ ഇന്ന് അവരൊക്കെ ITC ആയിട്ടുണ്ട്. അങ്ങനെ വലിയൊരു എന്താ പറയാ, വലിയ രീതിയിലേക്ക് വളർച്ച വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ എക്സ്മോറ എന്ന് പറയുന്നത് വലിയ ഒരു പ്രോഗ്രാം ആയിരിക്കും. ഞാൻ ഗ്യാരണ്ടി പറയാണ്, നിങ്ങൾ ആ പ്രോഗ്രാമിൽ നിങ്ങൾ ഒറ്റയ്ക്ക് വരികയാണെങ്കിൽ നിങ്ങളുടെ മനസ്സ് പൊട്ടിപ്പോകും. കാരണം എന്റെ സുഹൃത്ത് ബന്ധത്തിലുള്ള, എന്റെ കുടുംബത്തിലുള്ള, അല്ലെങ്കിൽ എന്റെ ഇന്ന ആളെ എനിക്ക് പങ്കെടുപ്പിക്കാമായിരുന്നു എങ്കിൽ ഞാൻ രക്ഷപ്പെടുമായിരുന്നു എന്നുള്ള ഒരു ബോധം വരും. പക്ഷെ ആ ബോധം വരുന്നതിന് മുമ്പേ, ഒരു 4 മാസം മുമ്പേ നമുക്ക് വരുന്നുവെങ്കിൽ നമുക്ക് ഇനിയുള്ള ഈ സമയങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ആ എക്സോറയിലേക്ക് വളരെ നന്നായിട്ട് എന്ത് ചെയ്യണം, വളരെ നന്നായിട്ട് ആ എക്സോറ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റണം.